മഴയത്ത് കളിച്ചാൽ ഇടിമിന്നലേക്കുമെന്ന് കേൾക്കുമെന്ന് പറയുന്നു. അതുകൂടാതെ പ്ലാസ്റ്റിക് സ്പൈക്കുകളുള്ള ഷൂ ധരിക്കുന്നതും മിന്നലിനെ ആകർഷിക്കുമെന്നും ഒരു കിംവദന്തിയുണ്ട്. ഈ മിഥ്യ പരീക്ഷിക്കുന്നതിനായി ഗ്രാൻഡ് ബാലിസ്റ്റിക് ജെൽ ഉപയോഗിച്ച് 2 ഡമ്മി രൂപങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് ഒരു ഇലക്ട്രിക്കൽ ടെസ്റ്റിംഗ് ലാബിലേക്ക് പോയി. ഈ സ്ഥലത്ത് അത്യധികം ഉയർന്ന വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള വലിയ ജനറേറ്ററുകളുണ്ട്. വൈദ്യുതി ഒരു സ്റ്റീൽ ബോൾ വഴി താഴേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഇത് നിയന്ത്രിത മിന്നലാക്രമണങ്ങൾ സൃഷ്ടിക്കുന്നു. പരീക്ഷണത്തിനായി 2 ഡമ്മികളെയും മുകളിലുള്ള മിന്നൽ സ്രോതസ്സിൽ നിന്ന് തുല്യ അകലത്തിൽ സ്ഥാപിച്ചു. അവർക്ക് താഴെ ഗോൾഫ് കോഴ്സ് ടർഫിന്റെ ഒരു പാളി വിരിച്ചു. ഒരു ഡമ്മി പ്ലാസ്റ്റിക് സ്പൈക്കുകളുള്ള ഗോൾഫ് ഷൂ ധരിച്ചു, മറ്റൊന്ന് മെറ്റൽ സ്പൈക്കുകളുള്ള ഷൂ ധരിച്ചു. അവർ ആകെ 10 മിന്നലാക്രമണങ്ങൾ നടത്തി. അങ്ങനെയെങ്കിൽ ഏത് ഡമ്മിക്കാണ് കൂടുതൽ മിന്നലേറ്റത്? ആശ്ചര്യകരമെന്ന് പറയട്ടെ, ആദ്യത്തെ മിന്നലാക്രമണം തന്നെ പ്ലാസ്റ്റിക് സ്പൈക്കുകൾ ധരിച്ച ഡമ്മിയെയാണ് ബാധിച്ചത്. രണ്ടാമത്തെ ആക്രമണവും അതിൽ തന്നെ പതിച്ചു. മൂന്നാമത്തെ ആക്രമണം ഒടുവിൽ മെറ്റൽ സ്പൈക്ക് ഡമ്മിയെ ബാധിച്ചു. എല്ലാ 10 ഡിസ്ചാർജുകൾക്ക് ശേഷവും പ്ലാസ്റ്റിക് സ്പൈക്ക് ഡമ്മിയെ 6 തവണയും മെറ്റൽ സ്പൈക്ക് ഡമ്മിയെ 4 തവണയും മിന്നലടിച്ചു. ഇതിനെ അടിസ്ഥാനമാക്കി മിന്നൽ മെറ്റൽ സ്പൈക്കുകളിൽ പതിക്കാനുള്ള സാധ്യത അത്ര ഉയർന്നതല്ല. എന്നാൽ നിങ്ങൾ മെറ്റൽ ആഭരണങ്ങൾ ധരിച്ചാലോ? അത് കൂടുതൽ മിന്നലിനെ ആകർഷിക്കുമോ? രണ്ടാം ഘട്ട പരീക്ഷണങ്ങൾക്കായി അവർ മെറ്റൽ സ്പൈക്ക് ഡമ്മിയിൽ നെക്ലേസുകളും മറ്റ് മെറ്റൽ ആക്സസറികളും നിറച്ചു. ഇത്തവണ അതിന് 8 തവണ മിന്നലേറ്റു. അതുകൊണ്ട് മെറ്റൽ സ്പൈക്കുകളും പ്ലാസ്റ്റിക് സ്പൈക്കുകളും മിന്നലേൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മെറ്റൽ ആഭരണങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് മിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.